സോണ്ട് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോയ്ക്കും അവന്റെ ഫ്രണ്ട്സിനും വെക്കേഷൻ വന്നെത്തിയിരിക്കുകയാണ്. അവർ ഹാപ്പി ആയിട്ട് വെക്കേഷന്റെ സ്റ്റാർട്ടിംഗ് ഡേ തന്നെ പോകാൻ പ്ലാൻ ഇട്ടത് ഒരു പാർക്കിലാണ്. സോ അവിടെ പ്രതീക്ഷയോട് കൂടെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വരും. അവർക്കാണെങ്കിൽ അവിടെ ഒരുപാട് ഇഷ്ടമാവും. ക്ലൗഡ്സ് ഒക്കെ മൂടി അവർ എക്സ്പെക്ട് ചെയ്തതിനെ കഴിഞ്ഞു അടിപൊളിയായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ. ആ അമ്യൂസ്മെന്റ് പാർക്കിന്റെ മെയിൻ എൻട്രൻസ് അത് ഇതുവരെ തുറന്നിട്ടില്ല. ഹീറോ ആണെങ്കിൽ ആ എൻട്രൻസിന്റെ ഭാഗത്തേക്ക് വരും. അവിടെയാണെങ്കിൽ അവന്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ബാക്കി എല്ലാ സ്റ്റുഡൻസും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ ഒത്തിരി ഹാപ്പി ആയിട്ട് അവരോട് എല്ലാവരോടും സംസാരിക്കാനായിട്ട് തുടങ്ങും. കുട്ടികൾ മാത്രമല്ല, പ്രൊഫസർ ബാലനും കാലിഗോയും എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രൊഫസർ കാലിഗോ ഇപ്പോൾ ഒരു കാര്യം കണ്ട് ഷോക്കാവും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹീറോയുടെ കൂടെ അവന് ബോഡി ഗാർഡായിട്ട് അസിസ്റ്റന്റ് ചേച്ചി കൂടെ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ കാലിഗോയെ കാണേണ്ട താമസം അവനെ കളിയാക്കാനായിട്ട് തുടങ്ങും. അപ്പൊ കറക്റ്റ് സമയത്ത് ആ പാർക്ക് ഓപ്പൺ ആവും. എല്ലാവരും അതിലേക്ക് കയറാൻ തയ്യാറാവുകയാണ്. ഹീറോ ആണെങ്കിൽ വിളിച്ചു പറയും, അയ്യോ ഇല്ല ഇല്ല, ഒരാൾ വരാൻ ബാക്കിയുണ്ട്. അത് കേട്ട് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് പരസ്പരം നോക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ആവരി അവൾ അവിടേക്ക് വരിക. അവരെ കണ്ട സന്തോഷത്തില് ഹീറോ ഓടി അവളുടെ അടുത്തേക്ക് വരും. എന്തു പറ്റി, നീ എന്താ ഇത്രയും ലേറ്റ് ആയേ? നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും നേരവും ഇവിടെ കാത്തിരുന്നത്. അതിനവൾ സോറി പറഞ്ഞ് ഇപ്പൊ ഹീറോയുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കും. ആവരിയാണെങ്കിൽ ചുറ്റും നോക്കും. അവള് ഷോക്കാവും. ആവരി ഇപ്പോ ഹീറോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തായി ചെയ്തേ? നമുക്ക് രണ്ടുപേർക്കും മാത്രം പാർക്കിലേക്ക് വരാമെന്നല്ലേ നീ പറഞ്ഞത്? അതിന് ഹീറോ ആണെങ്കിൽ അയ്യോ ഇല്ല ഇല്ല, നമുക്ക് രണ്ടുപേർക്കും അല്ല, എല്ലാവർക്കും ഒരുമിച്ച് പാർക്കിലേക്ക് പോകാം എന്നാണ് ഞാൻ മെസ്സേജ് അയച്ചത്. അവൾ ആ മെസ്സേജ് അതൊന്നുകൂടി എടുത്ത് ചെക്ക് ചെയ്യും. അപ്പോൾ ഹീറോ പറഞ്ഞത് കറക്റ്റ് ആണ്. അവൻ എല്ലാവരും ഒരുമിച്ച് പാർക്കിലേക്ക് പോവാം എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അവൾ പറയും, ഐ എം സോറി, ഞാൻ ആക്ച്വലി ഈ മെസ്സേജ് തെറ്റിദ്ധരിച്ചു. ഇതൊരു ഡേറ്റിംഗ് ആയിരിക്കും എന്ന് കരുതി ഞാൻ ഒരുപാട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് എൻ്റെ സമയം മുഴുവൻ വേസ്റ്റായി. അതുകൊണ്ടാണ് ഇവിടേക്ക് വരാൻ ഞാൻ വൈകിയത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എൻ്റെ പപ്പയെ കൺവിൻസ് ചെയ്താണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഓക്കെ, സാരമില്ല, എന്തായാലും കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആവും. അടുത്ത നിമിഷം ആ പാർക്കിന്റെ എൻട്രൻസ് അത് ഓപ്പൺ ആവുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഈ പാർക്കിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞ് വലിയൊരു അനൗൺസ്മെന്റ്. അതർ വേൾഡിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു പാർക്കാണിത്. മാത്രമല്ല അവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഡാർക്ക് ക്ലൗഡ്സ് ഒക്കെ മാറി അവിടെ മുഴുവൻ ലൈറ്റ്സും മ്യൂസിക് ഒക്കെ വന്ന് അടിപൊളിയാവുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും കണ്ണുമ വെട്ടാതെ ഇപ്പൊ അവിടേക്ക് തന്നെ നോക്കി നിൽക്കും. മാത്രമല്ല ഇന്നവിടെ നമ്മുടെ കുറുമയുടെ പ്രോഗ്രാം ഉണ്ട്. കുറുമയുടെ പ്രോഗ്രാം എന്ന് കേൾക്കേണ്ട താമസം എല്ലാവരും സന്തോഷത്തിൽ തുള്ളിച്ചാടും. ഓരോരുത്തരും ഇപ്പൊ ഓരോ ഭാഗത്താണ്. അവർക്ക് ഏത് റൈഡിൽ ആദ്യം കയറണം, എന്ത് പ്രോഗ്രാം ആദ്യം കാണണം എന്നൊന്നും അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് ആവരിയാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് ചോദിക്കും, നിനക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഏതെങ്കിലും റൈഡിൽ കയറാനാണോ, പ്രോഗ്രാം കാണാനാണോ നീ ആഗ്രഹിക്കുന്നത്? അതിന് ഹീറോ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഉടനെ ടീച്ചേഴ്സ് എല്ലാവരും കുട്ടികളെ അവരുടെ അടുത്തേക്ക് വിളിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ വിഭിന്നമായി ചിന്നി ഓടിയാൽ ശരിയാവില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ തന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാവണം. സോ അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ. പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും ചേർന്ന് അവർക്ക് ചെറിയൊരു ഗെയിം കൊടുക്കുകയാണ്. ആ ഗെയിമിനനുസരിച്ചായിരിക്കും ഇനി അവരെ കൺട്രോൾ ചെയ്യുക. ഗെയിമിൽ തോറ്റു പോകുന്നവർക്ക് ഹോംവർക്ക് ഡബിൾ ആകുമെന്ന് ഇപ്പോ കാലിഗോ പറയും. അത് കേട്ട് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പൊ ഡബിൾ ഷോക്ക് ആവും. ഗേൾസ് എല്ലാവരും ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചിയുടെ ടീമിലേക്ക് വരികയാണ്. ആസും ബാക്കിയുള്ള ബോയ്സ് എല്ലാവരും, ബാക്കിയുള്ള കുറച്ച് ബോയ്സും ഇപ്പോ നമ്മുടെ ഹീറോയുടെ ടീമിലേക്ക് വരും. കാലിഗോയുടെ ടീമിലുള്ളവർക്ക് മാത്രം ഭയങ്കര ടെൻഷൻ. അതിന് കാലിഗോ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളിപ്പോ ടെൻഷൻ അടിക്കാതെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോകും. 3 ടീമിലുള്ളവരും 3 ഭാഗത്തേക്ക് പോവും. ആവരിയുടെ ടീമിലുള്ള നമ്മുടെ പച്ചമുടി പെണ്ണ് അവള് പറയും, എനിക്കിപ്പോ പോകേണ്ടത് ഹീറോയുടെ അടുത്തേക്കാണ്. അതിനാവര് പറയും, നീ എന്താ ഈ പറയണേ, അവൻ വേറെ ടീമാണ്, സോ നിനക്ക് അവന്റെ അടുത്തേക്ക് ഇപ്പൊ പോകാൻ കഴിയില്ല. ബാക്കിയുള്ള ഗേൾസ് ആണെങ്കിൽ ഇപ്പൊ ആവരെയും കൂട്ടി ഡ്രസ് ഷോപ്പിലേക്ക് പോകും. ഇവിടെ പ്രൊഫസർ കാലിഗോയുടെ ടീമിലുള്ള സ്റ്റുഡൻസ് അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്, എങ്ങനെയെങ്കിലും നമുക്ക് പ്രൊഫസറിന്റെ ടീമിൽ നിന്ന് രക്ഷപ്പെടണം. എല്ലാവരും ഹാപ്പി ആയിട്ട് ആ പാർക്കിന്റെ ഓരോ ഭാഗത്തൂടെ കറങ്ങി നടക്കുകയാണ്. ഇവിടെ മാസ്റ്റർ കാലിഗോ ആളാണെങ്കിൽ വമ്പം കലിപ്പില് എല്ലാവരോടും ദേഷ്യപ്പെട്ട് പറയും, കമോൺ എൻജോയ് എൻജോയ്, ആ പോപ്കോൺ കഴിക്ക്, മൂവി കാണ്, റൈഡുകളിൽ കയറ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോട് ദേഷ്യപ്പെടുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഹീറോയുടെ ടീം കാണിക്കും. അവരാണെങ്കിൽ ചുറ്റും നോക്കും, ഹീറോയെ കാണാനില്ല. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് മതിമറന്ന് അങ്ങനെ നടക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഹീറോ ഒരാൾക്കൂട്ടം കാണും. അവൻ അതിന്റെ അകത്തേക്ക് കയറി നോക്കും. അത് മറ്റാരും അല്ല,
ഹീറോയ്ക്കാണെങ്കിൽ റോണവയെ കണ്ട ആകെ ദേഷ്യം വരും. ഓ ഇവനായിരുന്നോ, ഞാൻ കരുതി മറ്റെന്തോ ആണെന്ന് പറഞ്ഞ് ഹീറോ ഇപ്പോ തിരിഞ്ഞു നടക്കും. അപ്പൊ കറക്റ്റായിട്ട് റോണവെ നമ്മുടെ ഹീറോയെ കാണുകയാണ്. ആക്ച്വലി റോണവെ അവന്റെ അറ്റൻഷൻ പവർ അതുപയോഗിച്ചാണ് അവിടെയുള്ളവരുടെ എല്ലാവരുടെയും തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഉടനെ ഹീറോയെ അന്വേഷിച്ച് ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരും അവിടേക്ക് വരികയാണ്. റോണവെ ആണെങ്കിൽ എല്ലാവരെയും വിഷ് ചെയ്യും. അതിനുശേഷം പറയും, ആക്ച്വലി ഈ അമ്യൂസ്മെന്റ് പാർക്ക് എന്റെ പപ്പയുടേതാണ്. എനിക്കിവിടെ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം, ഏത് റൈഡിൽ വേണമെങ്കിലും പൈസ കൊടുക്കാതെ കയറാം. അപ്പൊ കറക്റ്റ് സമയത്ത് അവന്റെ അസിസ്റ്റന്റ് വന്ന് റോണവെ ടച്ച് ചെയ്യാണ്. മാസ്റ്ററിന്റെ പപ്പ നമ്മളെ എവിടേക്ക് അയച്ചത് ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് അത് മുഴുവനായിട്ട് നോക്കി നടന്ന് കാണാനും ശ്രദ്ധിക്കാനും ഒക്കെയാണ്. പക്ഷെ മാസ്റ്റർ ആണെങ്കിൽ അതിലൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ ആടിപ്പാടിയും ഡാൻസ് കളിച്ചുമൊക്കെ എല്ലാവരുടെയും ശ്രദ്ധ നേടി അങ്ങനെ നടക്കുകയാണ്. ഇതുകൊണ്ടൊന്നും യാതൊരു യൂസും ഇല്ലെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ റോണവയെ ഉപദേശിക്കും. പക്ഷെ റോണവ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പോ ബാലൻ മാസ്റ്റർ അടുത്തേക്ക് വരും. മാസ്റ്റർ ചോദിക്കും, ഓഹോ അപ്പോ ഇത് നിങ്ങളുടെ അമ്യൂസ്മെന്റ് പാർക്കാണല്ലേ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് ആവശ്യമാണ്. ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും സാധനങ്ങളും റൈഡുകളും ഒക്കെ ഞങ്ങളെ കാണിച്ചു തരണം. അത് കേൾക്കുമ്പോൾ അവനും ഭയങ്കര ഹാപ്പി. അവൻ അതിന് സമ്മതിച്ച് ഇപ്പൊ അവരെ കൂട്ടിക്കൊണ്ട് പോവാണ്. റണാവെ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ട എക്സൈറ്റ്മെന്റിൽ ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ച് കൂവാൻ തുടങ്ങും. നിങ്ങൾക്ക് ആക്ച്വലി ഒരു കാര്യം അറിയോ, ഇത്രയും വലിയ അമ്യൂസ്മെന്റ് പാർക്കിന് വേണ്ട വൈദ്യുതി അതെവിടുന്നാ കിട്ടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പാർക്കിന്റെ ഏറ്റവും അടിയിൽ ഒരു ജയിലുണ്ട്. അതില് ഒരുപാട് ഡീമൻ കുറ്റവാളികളെയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും പവർ ഉപയോഗിച്ചാണ് ഇപ്പോ ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി അത് കിട്ടുന്നത്. റണാവെ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെയും കൂട്ടി ആ സെല്ലിലേക്ക് വരികയാണ്. ഓൾമോസ്റ്റ് 600-ലധികം പ്രിസണേഴ്സ് ആ സെല്ലിലുണ്ട്. അവരുടെ എല്ലാവരുടെയും പവർ കൊടുത്താണ് ഇപ്പൊ ആ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് വർക്ക് ചെയ്യുക. ആ പ്രിസണേഴ്സിനാണെങ്കിൽ ഇപ്പോ മുകളിൽ ജനങ്ങളുടെ ആരവമൊക്കെ കേട്ട് ഒരുപാട് ദേഷ്യം വരും. എന്നെ കൊണ്ട് വയ്യ ഇതുപോലെ കഷ്ടപ്പെടാൻ, നമ്മളെ പൂട്ടിയിട്ട് നമ്മുടെ പവർ ഉപയോഗിച്ച് അവർ എൻജോയ് ചെയ്യാണെന്ന് പറഞ്ഞ് അവർ പരസ്പരം ഇപ്പൊ പൊറുപൊറുക്കും. ആക്ച്വലി ഇതേ സെല്ലിൽ തന്നെയാണ് നമ്മുടെ കണ്ണാടി പയ്യൻ അവനെയും ലോക്ക് ചെയ്തിരിക്കുന്നത്. അവനാണെങ്കിൽ യാതൊരു പരാതിയും ഇല്ലാതെ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പവർ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ പവർ കൊടുത്ത് അവന്റെ ബോധം പോയി താഴെ വീഴും. അവന്റെ മാത്രമല്ല വേറൊരുത്തന്റെയും ബോധം ഇപ്പൊ നഷ്ടപ്പെട്ടു പോവാണ്. അത് കണ്ട മറ്റൊരു പ്രിസണർ അവർ രണ്ടുപേരെയും തൂക്കിയെടുത്ത് അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് കടന്നു പോവാണ്. അവനാണെങ്കിൽ അവർ രണ്ടുപേരെയും മെയിൻ പ്രിസണേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. ഉടനെ ഒരു ടെറർ ലുക്കുള്ള പ്രിസണർ ആണെങ്കിൽ കണ്ണാടി പയ്യനെ തൂക്കിയെടുക്കും. അതിനുശേഷം അവന് പാട്ടൊക്കെ പാടിക്കൊടുത്ത് അവനെ കൊഞ്ചിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും ഇപ്പൊ പരസ്പരം ഡിസ്കസ് ചെയ്യാണ്, നമ്മൾ എത്ര കാലം ഈ പാർക്കിൽ എങ്ങനെ ഇരുന്ന് ഇവർക്ക് പവർ സപ്ലൈ ചെയ്ത് കൊടുക്കും, നമുക്കും ഒരു ലൈഫുണ്ട്, അതിവിടെ കിടന്ന് വേസ്റ്റ് ആവാൻ പാടില്ല. സോ നമ്മൾ ഈ ജയില് അത് ചാടണം. ഉടനെ കിരിയോ ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് പറയും, നമ്മളെ രക്ഷിക്കാൻ ഒരു ലെജൻഡറി ഗ്യാങ് ഇവിടേക്ക് വരുന്നുണ്ട്. അവർ നമ്മൾ രക്ഷിക്കുന്നതിന് പകരമായിട്ട് അവർക്ക് മറ്റൊരു ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുക്കും. സോ നമുക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റും. നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു പാർക്ക് അത് മുഴുവനായിട്ടും നമ്മൾ നശിപ്പിക്കണം. മുകളിൽ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന അവര് വേദനയാൽ നിലവിളിക്കുന്നത് എന്റെ ചെവിയിൽ എനിക്ക് കേൾക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇതൊന്നും അറിയാതെ അമ്യൂസ്മെന്റ് പാർക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എൻജോയ് ചെയ്യുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.